നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ദില്ലിയിൽ സിവിൽ സർവീസ് അക്കാദമിയിലെ വെള്ളക്കെട്ടിൽ മരിച്ചവരിൽ ഒരു മലയാളി. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ദില്ലിയിൽ സിവിൽ സർവീസ് അക്കാദമിയിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ച 3 പേരിൽ ഒരാൾ മലയാളി. എറണാകുളം സ്വദേശി നവീൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി വെള്ളക്കെട്ട് നിറഞ്ഞ ബേസ്മെന്റിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത്. നവീന് പുറമെ 2 വിദ്യാർത്ഥിനികളും മരിച്ചിരുന്നു. ഇവരിൽ ഒരാൾ തെലങ്കാന സ്വദേശിയും മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമായിരുന്നു. 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയെന്നും മരണവിവരം ബന്ധുക്കളെ അറിയിച്ചെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കി. അപകട സമയത്ത് 40ഓളം വിദ്യാർത്ഥികളാണ് അക്കാദമിയുടെ ബേസ്മെന്റിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. പലരും ഇവിടെ നിന്നും മുകളിലെ നിലയിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. ബേസ്മെന്റിൽ കുടുങ്ങിയ 14ഓളം വിദ്യാർത്ഥികളെ പിന്നീട് ഫയർഫോഴ്സും NDRF ഉദ്യോഗസ്ഥരുമെത്തി രക്ഷിച്ചിരുന്നു. കെട്ടിടത്തിലെ വെള്ളം നീക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം 2 വിദ്യാർത്ഥിനികളുടെയും രാത്രി വൈകി നവീന്റെയും മൃതദേഹവും കണ്ടെത്തി. സംഭവത്തിൽ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇവർ മാർച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. ദില്ലി സർക്കാരിനും മുനിസിപ്പൽ കോർപ്പറേഷനുമെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ച സ്വാതി മലിവാൾ MP-യും സ്ഥലത്തെത്തി. ഇവർ വിദ്യാർത്ഥികൾക്കൊപ്പം റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. ഇവരെ അടക്കം പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ശ്രമിച്ചത് ഉന്തിനും തള്ളിനും കാരണമായി. വിദ്യാർത്ഥികളുമായി പോലീസ് ചർച്ച നടത്തുകയാണ്. ദുരന്തത്തിന് കാരണം മുനിസിപ്പൽ കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഓടകൾ വൃത്തിയാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് റാവു സ്റ്റഡി സർക്കിളിലെ വിദ്യാർത്ഥി ആദിത്യൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച ഒരു വിദ്യാർത്ഥി റോഡിൽ കിടന്ന ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചിരുന്നു. അപ്പോഴും പരാതി അറിയിച്ചിരുന്നുവെന്നും ആദിത്യൻ പറഞ്ഞു.